നമസ്കാരം. സിനിമാ താരങ്ങളുടെ വീടുകളിലെ ഇഡി റെയ്ഡ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിവാദം മൂടിക്കെട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് താരങ്ങളെ ഈ ത്രാസിൽ കയറ്റി അളക്കാൻ വിട്ടുകൊടുത്തത് എന്ന സംശയം തനിക്കുണ്ട്. പ്രജാവിവാദവും സ്വർണ്ണപ്പാളി വിവാദവും സംബന്ധിച്ച ചർച്ച മുക്കാനാണ്. ഇതെല്ലാം കുൽസിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുമെന്നതിനാൽ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മലമ്പുഴയിൽ കലുങ്ക് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വന്നാൽ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്നതാണ് പോലീസിനെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് ഇനിയും പുതിയ കഥകൾ വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന കലുങ്ക് സംവാദത്തിൽ അയ്യപ്പനെ മൂത്ത സഹോദരനായിട്ടാണ് കാണുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അയ്യപ്പൻ മൂത്ത സഹോദരനാണെന്നും ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പൻ ഒരു മനുഷ്യനാണ്. എന്റെ മൂത്ത സഹോദരനായാണ് അയ്യപ്പനെ കാണുന്നത്. ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല. ചെമ്പ് സ്വർണ്ണ രസതന്ത്രം വലിയ മാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇഡിയെയും NIA ഒക്കെ ഉപയോഗിച്ചുള്ള വലിയ അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് താൻ കേന്ദ്രത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഒന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇഡി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഒന്നും പറയാനില്ലാതെ എന്തെങ്കിലും പറയാനുള്ള ഒരു വ്യഗ്രതയ്ക്കെതിരെ വലിയ ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. തുടർന്ന് ഇഡിയെ നിയന്ത്രിക്കുന്നത് കേന്ദ്രമല്ലേ എന്ന ചോദ്യത്തോട് മലക്കം മറിഞ്ഞുള്ള ഉത്തരമാണ് സുരേഷ് ഗോപി നൽകിയത്. സിനിമാ നടന്മാരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞത് സർക്കാരിനെ കുറിച്ച് അല്ലെന്നും മാധ്യമങ്ങളെ കുറിച്ചാണെന്നുമായിരുന്നു മറുപടി. ഒരു രാഷ്ട്രീയത്തിനും അവകാശിയല്ല അയ്യപ്പനെന്നും അയ്യപ്പൻ തനിക്ക് മൂത്ത സഹോദരനെ പോലെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലുങ്ക് സംവാദ വേദിയിൽ ദിനംതോറും വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തുടക്കം മുതൽ തന്നെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പരിപാടിക്കെതിരെ BJPക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നുണ്ട്. ഇത് പ്രജാരാജ്യമാണെന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. നിവേദനം തന്നെയാളെ താൻ അവഹേളിച്ചുവെന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണ്. അവഹേളനങ്ങൾക്ക് താൻ പുല്ലുവിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണെന്നും നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. സുരേഷ് ഗോപി നയിക്കുന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ വീടിനായി നിവേദനവുമായി എത്തിയ പുള്ള് സ്വദേശി കൊച്ചുവേലായുധനെയാണ് കേന്ദ്രമന്ത്രി മടക്കി അയച്ചത് വിവാദത്തിന് വഴിവെച്ചത്. പരാതികളെയൊക്കെ അങ്ങ് പഞ്ചായത്തിൽ കൊണ്ടുകൊടുത്താൽ മതി, ഇത് വാങ്ങാൻ MPയുടെ പണിയല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ MP ഫണ്ട് നൽകുകയുള്ളൂ എന്ന ചോദ്യത്തിന് തൽക്കാലം അതേ പറ്റൂ ചേട്ടാ എന്നായിരുന്നു പരിഹാസ രൂപത്തിലുള്ള മറുപടി. സംഭവം വിവാദമായതോടെ വിഷയം CPM ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ചു നൽകാമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. കലുങ്ക് ചർച്ചയ്ക്കിടെ വയോധികന്റെ നിവേദനം സ്വീകരിക്കാത്തത് വിവാദമായതോടെ വിശദീകരണമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. കൊച്ചുവേലായുധന്റെ നിവേദനമടക്കം സ്വീകരിക്കാത്തത് കൈപ്പിഴയാണെന്ന് സംബന്ധിച്ച സുരേഷ് ഗോപി അവിടെയും ഇവിടെയും തെറിച്ചു കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്തു കാണിച്ച് ഈ തീപ്പന്തം കെടുത്താനാകില്ലെന്നും പറഞ്ഞു. സുരേഷ് ഗോപി മടക്കി അയച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള CPM തീരുമാനത്തെ സുരേഷ് ഗോപി പരിഹസിച്ചിരുന്നു. വേലായുധൻ ചേട്ടന് വീട് കിട്ടുന്നതിന് സന്തോഷമേ ഉള്ളൂവെന്നും ഇനിയും വേലായുധൻ ചേട്ടന്മാരെ ഇങ്ങോട്ട് വിടാമെന്നും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായി ഇരുന്നോളൂ, അതിനുള്ള ചങ്കൂറ്റം കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന കലുങ്ക് ചർച്ചയിലാണ് സുരേഷ് ഗോപിയുടെ മറുപടി. അവിടെയും ഇവിടെയും തെറിച്ചു കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്തു കാണിച്ച് ഈ തീപ്പന്തം കെടുത്താനാകില്ല, ഈ തീകോളം കെടുത്താമെന്ന് ഒരുത്തരും വിചാരിക്കേണ്ട, നടക്കില്ല. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത് ചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ചിലർ പറയുന്നു താൻ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന്. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയ്ക്ക് ജനങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. എന്നാൽ സുരേഷ് ഗോപിയുടെ വാവിട്ട വാക്കുകൾക്ക് സുരേഷ് ഗോപി മൂരാച്ചി ഭ്രാന്തൻ വാക്കുകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാലക്കാട് കേന്ദ്രമന്ത്രിക്കെതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നുണ്ട്. ഇതിനിടെ തന്നെ താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ്, വിവരക്കേട് പറയാതിരിക്കൂ, ആ മാന്യത കാണിക്കൂ എന്നാണ് കമന്റുകളും ഉയർന്നത്. ഇത് ചെറിയ കുഴപ്പമല്ല, കാര്യമായി ചികിത്സ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഒന്നും മനസ്സിലാകുന്നില്ല ഗോപിയേട്ട, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ കൂടെ പറഞ്ഞൂടെ എന്താണ് പലരും കമന്റുകളായി കുറിക്കുന്നത്.